ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിൽ കാണുക. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ മാർക്ക് 60 മാർക്കാണ്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താ ഒന്നാമത്തെ ആക്ടിവിറ്റി? The news of Dilna getting the award was published in the next day's newspaper. Prepare a newspaper article. അതായത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, ഡിൽനയെ കുറിച്ച്. ഡിൽന ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ ഡിൽനയ്ക്ക് എന്താണ് അവാർഡ് കിട്ടുകയാണല്ലേ. അപ്പോൾ ആ കാര്യം അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ന്യൂസായിട്ട് വരികയാണ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതെ, നമ്മൾ പത്രവാർത്ത കണ്ടിട്ടില്ലേ, തലക്കെട്ട്, അതായത് ഹെഡിങ് ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ നടന്ന സ്ഥലം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, സംഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ ഇത്. അടുത്തത് ആക്ടിവിറ്റി 2. Dilna called her grandmother on the phone to tell her about the award. Write their conversation. അതായത് ഡിൽന ആരെ കോൾ ചെയ്യാണ്? ഗ്രാൻഡ് മദറിനെ. അവൾ ഗ്രാൻഡ് മദറിനെ കോൾ ചെയ്തിട്ട് അവിടെ നടന്ന സംഭവങ്ങളും അവൾക്ക് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ഡിൽനയും ഗ്രാൻഡ് മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ആക്ടിവിറ്റി 2 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. റീഡ് ദി പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ചെറിയൊരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനാണ് പറയണത്. അപ്പോൾ എന്താണ് പാസേജിൽ പറയണത്? മായ സ്റ്റൂഡ് നിയർ ദ ബാനിയൻ ട്രീ, ഹെർ ലെഗ്സ് ട്രംബ്ലിംഗ്. ഷീ wanted to climb, but the thought of falling made her afraid. Suddenly, she heard her friend calling out, "You can do it, Maya." Gathering courage, she slowly placed her foot on the branch. എന്താണ് ഇവിടെ പറയണത്? അതെ, മായ എവിടെ നിൽക്കുകയാണ്? ഒരു ബാനിയൻ ട്രീൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അല്ലേ, അടുത്ത് നിൽക്കുകയാണ്. ബാനിയൻ ട്രീ എന്ന് വെച്ചാൽ എന്താ? ആൽമരം. അപ്പോൾ അവൾക്ക് എന്താണ്, ആ ആൽമരത്തിൻ്റെ മുകളിൽ കയറാം. പക്ഷെ അവൾക്ക് പേടിച്ചിട്ട് കാലുകൾ വിറയ്ക്കുകയാണ് അല്ലേ. എങ്ങാനും താഴെ വീഴുമെന്നാണ് അവളുടെ പേടി. പക്ഷെ അവളുടെ ഫ്രണ്ട് എന്താ ചെയ്യണത്? അവളെ എൻകറേജ് ചെയ്യണല്ലേ, അവളെ സപ്പോർട്ട് ചെയ്യുക. അവളെന്ത് ചെയ്യണം? നിന്നെക്കൊണ്ട് പറ്റും മായ എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അവൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ബ്രാഞ്ചിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പാസേജിൽ പറയണത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൂ സ്റ്റൂഡ് നിയർ ദ ബാനിയൻ ട്രീ? ആരാണ് ബാനിയൻ ട്രീൻ്റെ അടുത്ത് നിൽക്കുന്നത്? ബി ക്വസ്റ്റ്യൻ, വൈ വാസ് മായ അഫ്രൈഡ്? എന്തുകൊണ്ടാണ് മായ പേടിക്കുന്നത്? സി, വാട്ട് ഗേവ് ഹെർ കറേജ്? എന്താണ് അവൾക്ക് കൂടുതൽ പ്രചോദനമായത്? എന്താണ്? അതായത് അവൾക്ക് എന്താ ഭയങ്കരമായിട്ട് കറേജ് എന്ത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് കറേജ് ആയത്? അവളെ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ അല്ലേ. നെക്സ്റ്റ്, ഫൈൻഡ് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഷേക്കിംഗ്. അതായത് ഷേക്കിംഗ് എന്ന വേർഡിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? റൈറ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് സ്ലോലി. അതായത് പതുക്കെ എന്നതിൻ്റെ, സ്ലോലി എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. 5 മാർക്കിന്, എല്ലാം ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ 3ാമത്തെ ആക്ടിവിറ്റിയിലുള്ളത്. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. അപ്പോൾ എന്താ പറയുന്നത്? ദ ബോയ് വാസ് പ്ലേയിങ് വിത്ത് ഈസ് പപ്പി. ഇവിടെ എന്ത് വരും? ഹാപ്പി വരൂ, ഹാപ്പിലി വരൂ, അതാണ് എഴുതേണ്ടത്. ബി, മായ ഈസ് ഡാഷ് ദാൻ ഹെർ ഫ്രണ്ട്. ബ്രേവർ വരൂ, ബ്രേവസ്റ്റ് വരൂ. അടുത്തത്, മാച്ച് ദ വേർഡ് വിത്ത് ദെയർ മീനിങ്സ് വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറയണത്. കറേജ്, ട്രംബിൾ, ഷൗട്ട്, ഫോൾ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്രൈ ലൗഡ്ലി, ബി ബ്രേവറി, സി ഷേക്ക്, ഡി കം ഡൗൺ സഡൻലി. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റീൻ്റെ സി സെക്ഷനാണ്. റീഅറേഞ്ച് ദി വേർഡ്സ് ടു ഫോം എ മീനിങ് സെൻറ്റൻസ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കി, മീനിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാനാണ് പറയുന്നത്. അഫ്രൈഡ് ഉണ്ട്, ഷീ ഉണ്ട്, നോട്ട്, വാസ്, എനിമോ, ഇത് ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ 4ാമത്തെ ആക്ടിവിറ്റി.
അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. റൈറ്റ് എ ഷോർട്ട് ഡയറി എൻട്രി അബൌട്ട് എ ഡേ വെൻ യു ഓവർകം ഫിയർ. അതായത് ഇതുപോലെ ഒരു ദിവസം ഇപ്പോൾ നമ്മുടെ ഡില്ലയുടെ ലൈഫിൽ സംഭവിച്ച പോലെ നിങ്ങൾക്ക് എപ്പോഴാണ് ഫിയർ ഓവർകം ചെയ്ത ഒരു ദിവസത്തെക്കുറിച്ചിട്ട്, അതായത് അന്നേ ദിവസത്തെക്കുറിച്ച് ഡയറി എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടെങ്കിൽ, ഫിയർ ഉണ്ടെങ്കിൽ ആ ഫിയർ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, ആ സിറ്റുവേഷൻ എന്താണെന്ന് ഉൾപ്പെടുന്ന ഒരു ഡയറിയാണ്, അന്നേ ദിവസത്തെ ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 5. അവരുടെ മാർക്ക് നമ്മൾ എഴുതിയിട്ടില്ല, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 6. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ടോപ്പിക് ഓവർകം ഫിയർ, ബി ബ്രേവ്, യൂസ് എ സ്ലോഗൻ ആൻഡ് എന്ത് ചെയ്യണം, പിക്ചർ വരയ്ക്കണം അല്ലേ. അതായത് ഒരു പോസ്റ്ററാണ് വരയ്ക്കാൻ പറയുന്നത്. എന്താണ് ടോപ്പിക്ക്? ഓവർകം ഫിയർ, ബി ബ്രേവ്. ഇതാണ് ടോപ്പിക്ക്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഒരു സ്ലോഗൻ എഴുതിയിട്ട് പിക്ചറൊക്കെ വരച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ആക്ടിവിറ്റി 6. അടുത്തത് ആക്ടിവിറ്റി 7. ഇമാജിൻ യു ആർ മായ. റൈറ്റ് എ സ്മോൾ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ടെല്ലിങ് ഹൗ യു ഫെൽറ്റ് ആഫ്റ്റർ ക്ലൈംബിങ് ദ ബാനിയൻ ട്രീ. അതായത് ഇപ്പോൾ നിങ്ങളാണ് മായ, നമ്മൾ ആ പാസേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളാണ് മായ എന്ന് വിചാരിക്കുക. മായ എന്ത് ചെയ്തു? ധൈര്യപൂർവ്വം ബാനിയൻ ട്രീൻ്റെ മുകളിൽ കയറിയില്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? ആ കാര്യം അവളുടെ ഫ്രണ്ടിനെ കത്തെഴുതി അറിയിക്കുകയാണ്, അല്ലെ കത്തിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ടിന് എഴുതുന്ന കത്താണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ലെറ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം, ആരാണ് എഴുതുന്നതെന്ന് അഡ്രസ്സ് വേണം അല്ലേ, ആ പേര് വേണം, അതുപോലെ ആർക്കാണ് എഴുതുന്നതെന്നുള്ള ആളുടെ പേര് വേണം. ലാസ്റ്റ് എന്ത് വേണം? ആരാണ് ഈ കത്ത് എഴുതുന്നുള്ള ആളുടെ, അതായത് ഇവിടെ മായയാണ് എഴുതുന്നത്, മായ എന്ന് വേണം. മായ എന്താണ്? യുഎസ് ലവ്ലി എഴുതിയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് വേണം അല്ലേ. നമ്മൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? നമ്മൾ സ്നേഹപൂർവ്വം എന്നൊക്കെ എഴുതില്ലേ, അതുപോലെ ലാസ്റ്റ് എൻഡിങ് വേണം. ഇപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ ആക്ടിവിറ്റി 7. അടുത്തത് ആക്ടിവിറ്റി 8. സപ്പോസ് എ ഫാമർ ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ, പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം ഓർ ഹെർ. അതായത് ഒരു ഫാമർ നിങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫാമറിനോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. 8ാമത്തെ ആക്ടിവിറ്റി 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 8 ആക്ടിവിറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 8 ആക്ടിവിറ്റീസാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.